എല്ലാവർക്കും നമസ്കാരം. സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പരിചയപ്പെടുത്തുന്ന ഈ വീട് ബസ് റൂട്ടിനോട് ചേർന്നിട്ടുള്ള ഒരു വീടാണ്. എല്ലാവരെയും ആഗ്രഹിക്കുന്ന മോഡലിലുള്ള ഒരു വീടും സ്ഥലവുമാണ്. അത്യാവശ്യം ചുറ്റുപാടും പെരുമാറുന്നതിന് വേണ്ട സ്ഥല സൗകര്യത്തോടു കൂടി, അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലും അത്യാവശ്യം സ്ഥല സൗകര്യത്തോടു കൂടി, എന്നാൽ വില മിതമായ നിരക്കിലുള്ള ഒരു വീടും സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ ചുറ്റിലും കോമ്പൗണ്ട് വാള്, ഗേറ്റ്, 2 ഗേറ്റ്, കാറ് കയറ്റിയിടുന്ന ഭാഗത്ത് ഒരു ഗേറ്റ്, അതുപോലെ തന്നെ വീടിൻ്റെ നേരെ മുൻപിൽ മറ്റൊരു വിക്കറ്റ് ഗേറ്റുമായി ചുറ്റും കോമ്പൗണ്ട് വാള്, ഗേറ്റ്, കാർ പാർക്കിംഗ് സൗകര്യം, വീടിൻ്റെ മുറ്റത്ത് ഇൻ്റർലോക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുള്ള, അതുപോലെ തന്നെ വറ്റാത്ത കിണറുണ്ട്, അതുപോലെ പൈപ്പ് കണക്ഷനോട് കൂടിയിട്ടുള്ള അധികം പഴക്കമില്ലാത്ത ഒരു വീടാണ്. വിവിധ ഏരിയയിലെ വിവിധ ബഡ്ജറ്റിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ നിരവധി സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി നമ്മൾ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീട്, സ്ഥലം, നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഏരിയ, ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തുടർച്ചയായി ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ആദ്യമേ തന്നെ വീടിൻ്റെ ഏരിയയും അതുപോലെ തന്നെ സെൻറ്റും സ്ക്വയർ ഫീറ്റും വിലയും കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ പറയാം. ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾ, വീട് കണ്ട് ഏരിയയും കാര്യങ്ങളൊക്കെ ഏകദേശം ഇഷ്ടപ്പെടുന്ന ആളുകൾ തുടർച്ചയായി വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണുക. കാരണം വീടിൻ്റെ മുക്കും മൂലയും ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങൾക്കും നിങ്ങൾക്ക് കൃത്യമായി വീട്ടിലിരുന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് ഒരു യാത്ര ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാ ഭാഗങ്ങളും കൃത്യമായി വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ വീഡിയോ വീണ്ടും തുടർച്ചയായി കാണുക. ബാക്കിയുള്ളവർ അവർക്ക് ഏരിയയും സ്ഥലവും ബഡ്ജറ്റൊക്കെ വേഗം അറിയുന്നതിന് വേണ്ടി നമ്മൾ വേഗത്തിൽ തന്നെ ഒന്ന് അവതരിപ്പിക്കാം. ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടിനും ആമ്പല്ലൂരിനും അടുത്തായി മണ്ണമ്പെട്ട പ്രദേശത്താണ്. വെള്ളം കയറാത്ത, വെള്ളത്തിന് ടൈറ്റില്ലാത്ത, സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ കിണറും വറ്റാത്ത കിണറും പൈപ്പ് കണക്ഷനൊക്കെ ഉൾപ്പെടെയുള്ള അധികം പഴക്കമില്ലാത്ത ഒരു വീടും സ്ഥലവുമാണ്. ഏകദേശം 8.25 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് ഉള്ളത്. 2300 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 4 ബെഡ്റൂമുണ്ട്. ആ 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. താഴത്തെ ഭാഗത്ത് 2 ബെഡ്റൂം, മുകൾ ഭാഗത്ത് 2 ബെഡ്റൂം, ഒരു കോമൺ ബാത്റൂമായി വെറും 6 കൊല്ലം മാത്രം പഴക്കമുള്ള ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് 84 ലക്ഷം രൂപയാണ്. നേരിയ തോതിൽ മാത്രം നെഗോഷ്യബിളാണ്. വീടായാലും സ്ഥലമായാലും വാങ്ങാൻ വരുന്നവർക്ക് യാതൊരു തലവേദനയുമില്ലാതെ അവർക്ക് അതിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും ഉൾപ്പെടെ, അതുപോലെ തന്നെ ആവശ്യമായവർക്ക് ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെ, സ്ഥലമായാലും വീടായാലും അത് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി NRIകളായാലും എവിടെയായാലും അവർക്ക് എലിജിബിളായിട്ടുള്ള ആളുകൾക്ക് ഏത് ബാങ്കിൽ നിന്നായാലും ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെ അതിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും ഉൾപ്പെടെ വാങ്ങാൻ വരുന്നവർക്ക് അതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് സഹിതം അവർക്ക് മാക്സിമം ലാഭത്തിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെയാണ്, പ്രൊഫഷണലായിട്ട് തന്നെയാണ് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം. നിങ്ങൾ വീടിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ കണ്ടു. 6 കൊല്ലത്തെ മാത്രം പഴക്കമുള്ളൂ. 2019 ഈ വീടിൻ്റെ വർക്ക് പൂർത്തീകരിച്ച് താമസമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 6 കൊല്ലത്തെ പഴക്കം മാത്രമാണ് ഉള്ളത്. 2300 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 4 ബെഡ്റൂമാണ്. ആ 4 ബെഡ്റൂമും നല്ല വലുപ്പത്തിലുള്ള മാസ്റ്റർ ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമുകളാണ്. ബെഡ്റൂമുകളുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഡ്രസ്സിൻ്റെ വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ തിരിച്ചിട്ട് നല്ല വിസ്താരത്തോടു കൂടിയ ബെഡ്റൂമുകളാണ്. അതുപോലെ തന്നെ 8.25 സെൻറ്റ് സ്ഥലമുണ്ട്. അതുകൊണ്ട് ചുറ്റുപാടും അത്യാവശ്യം പെരുമാറുന്നതിനും വീടിൻ്റെ സൈഡ് ഭാഗത്തും ഫ്രണ്ട് ഭാഗത്തും ബാക്ക് സൈഡിലും അത്യാവശ്യ സ്ഥല സൗകര്യത്തോടു കൂടി ആവശ്യത്തിന് വാഹനങ്ങൾ വീട്ടിലേക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ കാറുകളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള വീടും സ്ഥലവുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത കറണ്ട് ബില്ല് വെറും 150-200 രൂപയ്ക്ക് താഴെ മാത്രമാണ് ഉള്ളത്. കാരണം 3 കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കറണ്ട് ബില്ലൊക്കെ കുറവായിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ്. വറ്റാത്ത ഒരു കിണർ ഓൾറെഡി ഇവർക്കുണ്ട്. ഒരു കിണറും കൂടി ഉണ്ട്. ആ കിണർ അതിർത്തി കിണറാണ്. ആ അതിർത്തി കിണറിൽ പകുതി അവകാശമുണ്ട്. ഓൾറെഡി ഒരു കിണറുണ്ട്, ഒരു അതിർത്തി കിണറുണ്ട്, കൂടാതെ പൈപ്പ് കണക്ഷനുമുണ്ട്. അതുപോലെ തന്നെ ഇവർ ജോലി സംബന്ധമായ കാരണത്താലാണ് ഈ വീട് വിൽപ്പനയ്ക്ക് ഇവർ തയ്യാറായിട്ടുള്ളത്. ബസ് റൂട്ടിനോട് ചേർന്നാണ് ഈ വീട് സ്ഥലവും ഞാൻ എന്ന് മുൻപേ പറഞ്ഞു. അതുപോലെ തന്നെ പുതുക്കാട് നാഷണൽ ഹൈവേയിലേക്ക് ഏകദേശം 2.5 കിലോമീറ്റർ, ആമ്പല്ലൂർ ജംഗ്ഷനിലേക്ക് ഏകദേശം 3.5 കിലോമീറ്റർ, വരന്തരപ്പള്ളി മറ്റൊരു ബസ് റൂട്ടിലേക്ക് 1/2 കിലോമീറ്റർ, തൃശ്ശൂർ ടൗണ് 16 കിലോമീറ്റർ, അതുപോലെ തന്നെ ആരാധനാലയങ്ങളായ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ, അമ്പല പരിസരത്തേക്ക് 1/2 കിലോമീറ്റർ, അതുപോലെ 10ാം ക്ലാസ് വരെയുള്ള സ്കൂളിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ, ഹയർ സെക്കൻഡറി സ്കൂൾ ഏകദേശം 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാ യാത്രാ സൗകര്യങ്ങളും പ്രാദേശിക സൗകര്യങ്ങളും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന രീതിയിൽ ആണ് ഈ സ്ഥലമുള്ളത്. അതുപോലെ തന്നെ എളുപ്പത്തിൽ നാഷണൽ ഹൈവേയിലേക്ക് പ്രവേശിക്കുകയും അത് പ്രകാരം തൃശ്ശൂർക്കായാലും പാലക്കാടേക്കായാലും എറണാകുളത്തേക്കായാലും നാഷണൽ ഹൈവേയിലേക്ക് സഞ്ചരിക്കുന്നതോടൊപ്പം തന്നെ എളുപ്പത്തിൽ ഏത് ഭാഗത്തേക്കും സഞ്ചരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വീടും സ്ഥലവുമാണ്. ഈ വീടിൻ്റെ അടുക്കള ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ട് കാണും. അടുക്കള താരതമ്യേന ഓപ്പൺ കിച്ചണാണ്. ലിവിങ് ഹാളുണ്ട്, അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഡൈനിങ് ഹാളിൽ നിന്ന് ഓപ്പൺ കിച്ചണാണ്. താഴത്തെ ഭാഗത്തെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഓപ്പൺ കിച്ചണോട് ചേർന്നിട്ട് തന്നെ സൈഡ് ഭാഗത്ത് മറ്റൊരു ചെറിയ കിച്ചൺ, പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള, അതുകൊണ്ട് തന്നെ അടുക്കള നല്ല വിസ്താരത്തോടൊക്കെ കൂടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടുക്കളയാണ്. അതുകൂടാതെ തന്നെ ഒരു വർക്ക് ഏരിയയും കാര്യങ്ങളുണ്ട്. മുകൾ ഭാഗത്ത് 2 ബെഡ്റൂമുണ്ട്. ആ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. താഴത്തെ 2 ബെഡ്റൂമുകളുടെ തനി പകർപ്പാണ് മുകൾ ഭാഗത്തുള്ള 2 ബെഡ്റൂമുകളും ഉള്ളത്. അതുപോലെ ഓപ്പൺ ഏരിയ ഉണ്ട്. ഓപ്പൺ ഏരിയയിൽ അത്യാവശ്യം ഇതാണ് ഓപ്പൺ ഏരിയ ഭാഗങ്ങൾ. തുണിയും കാര്യങ്ങളൊക്കെ അലക്കിയിടാം, അങ്ങനെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ഇടാം. അതുകൂടാതെ തന്നെ കോണി മുകൾ ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. വാട്ടർ ടാങ്ക് ഇരിക്കുന്ന ഭാഗത്തേക്കും അതുപോലെ തന്നെ സോളാർ സിസ്റ്റം വെച്ചിട്ടിരിക്കുന്ന സ്ഥലത്തേക്കും. അതുകൊണ്ട് തന്നെ കറണ്ട് ബില്ല് വെറും മീറ്റർ വാടക മാത്രമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എലിജിബിളായിട്ടുള്ള ആളുകൾക്ക് ഏത് ബാങ്കിൽ നിന്നായാലും ലോൺ സൗകര്യം ലഭ്യമാക്കി തരുവാൻ സാധിക്കുന്ന തരത്തിലുള്ള മനോഹരമായ വീടിൻ്റെ അകത്തും പുറത്തും നല്ല സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ്. ഈ വീടിൻ്റെ മുകൾ ഭാഗത്തെ 2 ബാത്റൂമിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. കാരണം താഴത്തെ ഭാഗം മാത്രമാണ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മുകൾ ഭാഗത്ത് 2 ബാത്റൂമിൽ പൈപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ടൈലിടണം, ക്ലോസറ്റ് വെക്കണം, അത്രയും വർക്ക് കൂടി ബാലൻസ് ഉണ്ട്. ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.